ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. മക്കളെല്ലാം ആദ്യമായിട്ട് കാണും. ഏതായാലും കുറച്ച് സമയം എടുക്കും എല്ലാം ശരിയായിട്ട്. ഇപ്പൊ വളരെ സന്തോഷം ഈ പെരുന്നാൾ ദിവസം ഇവിടെ എത്തിച്ചേരാനെത്തി. പ്രയാസമായിരുന്നു, മാനസികമായിട്ടും എല്ലാം മുംബൈക്കാണെങ്കിൽ എപ്പോഴും പ്രശ്നമായിരുന്നു. നമസ്കാരം. ഇന്ന് ബലി പെരുന്നാളാണ്. എല്ലാ മലയാളികളും പ്രത്യേകിച്ച് ഇസ്ലാം മത വിശ്വാസികൾ എല്ലാവരും ആ ബലിപെരുന്നാളിന്റെ ആഘോഷങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ കോഴിക്കോട് ജില്ലയിലെ കോടമ്പുഴക്കാർക്ക് ഇത് ഇരട്ടി മധുരമാണ്. കഴിഞ്ഞ 20 വർഷക്കാലമായി സൗദിയിലെ ജയിലിലായിരുന്ന അബ്ദുൽ റഹീം ഇന്ന് നാട്ടിലെത്തിയിരിക്കുകയാണ്. എന്റെ പിറകിൽ കാണുന്ന അബ്ദുൽ റഹീമിന്റെ കോടമ്പുഴയിലെ പഴയ വീടാണ്. ഇതിനോട് ചേർന്ന് തന്നെ ഉള്ള വീട്ടിലാണ് ഇപ്പോൾ അബ്ദുൽ റഹീമിന്റെ കുടുംബം താമസിക്കുന്നത്. അദ്ദേഹം ഇന്ന് രാവിലെയോട് കൂടിയാണ് കോഴിക്കോട് കോടമ്പുഴയിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിച്ചേരുന്നത്. അദ്ദേഹത്തിന്റെ ഉമ്മ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ സ്നേഹത്തോടു കൂടി മലയാളികൾ ഓർക്കുന്ന ഒരു മുഖമാണ് അദ്ദേഹത്തിന്റെ ഉമ്മയുടേത്. തന്റെ മകന്റെ തിരിച്ചുവരവ് കാത്തിരിക്കുന്ന ആ ഉമ്മയുടെ സന്തോഷത്തിന് പകരം വെക്കാൻ ഈ ബലിപെരുന്നാൾ ദിനത്തിൽ മറ്റൊന്നിനും ആകില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും അബ്ദുൽ റഹീം തന്റെ നീണ്ട നാളത്തെ യാതന പൂർവ്വമായിട്ടുള്ള ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ഇന്ന് നാട്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നു. വലിയ സന്തോഷത്തിലാണ്. ഈ വീടിന് മുൻപിൽ നമുക്ക് കാണാൻ വലിയ ആൾക്കൂട്ടമുണ്ട്. അബ്ദുൽ റഹീമിനെ വിമാനത്താവളത്തിൽ നിന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നടക്കം ഈ നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും ചേർന്നാണ് ഒരു നാട് തന്നെ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എന്തെങ്കിലും അബ്ദുൽ റഹീമിന് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ 20 വർഷത്തിന് ശേഷം വീട്ടിലേക്ക് വരികയാണ്. എന്താണ്? ഒരുപാട് സന്തോഷമായിരുന്നു ഈ പെരുന്നാൾ ദിവസം ഇവിടെ എത്തിച്ചേരാൻ വേണ്ടി സാധിച്ച എല്ലാവർക്കും. നമ്മൾ കുറെ മലയാളികൾ തന്നെ കുറെ കാലമായിട്ട് കാത്തിരിക്കുന്ന ഒരു തിരിച്ചുവരവാണ് റഹീംക്കേണ്ടത്. എല്ലാ മലയാളികളും ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. 20 വർഷത്തിന് ശേഷം വീട്ടിലേക്ക് വരികയാണ്. പരിചയമില്ലാത്ത കുറെ മുഖങ്ങൾ ഇപ്പൊ കുടുംബത്തിൽ ഒരുപാടുണ്ട്. ബന്ധുക്കളുടെ പലരും ചിലപ്പോൾ ആദ്യമായിട്ട് കാണിക്കും മക്കളെല്ലാം ആദ്യമായിട്ട് കാണും. അപ്പൊ എന്താണ് അപ്പൊ തോന്നുന്നത്? ഏതായാലും കുറച്ച് സമയം എടുക്കും എല്ലാം ശരിയായിട്ട്. എല്ലാവരും സഹായം ചെയ്യുന്ന എല്ലാവർക്കും. ഇപ്പൊ നമ്മുടെ തന്നെ ഇപ്പം ഒരുപാട് അതായത് 2024 റദ്ദാക്കിയതാണ് ഇത്രയും വൈകാനുണ്ടായ കാരണം. ഈ പ്രൈവറ്റ് ടാക്സ് ആണ് ഫസ്റ്റ് കഴിഞ്ഞത്. പിന്നെ പബ്ലിക് ടാക്സിന്റെ 20 വർഷത്തിന് ശിക്ഷ അത് 2 ദിവസം മുമ്പ് കഴിഞ്ഞു. നമ്മൾ റഹീംകയെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം പറയേണ്ടത് റഹീംകയുടെ ഉമ്മയുടെ ആ ഒരു കാത്തിരിപ്പാണ്. വളരെ വളരെ സന്തോഷമായിരിക്കും. ഉമ്മ എന്താണ് പറഞ്ഞത്? ഇപ്പൊ വളരെ സന്തോഷം ഈ പെരുന്നാൾ ദിവസം ഇവിടെ എത്തിച്ചേരാനെത്തി. വർഷങ്ങൾക്ക് ശേഷമാണ് കുടുംബത്തിന്റെ കൂടെ പെരുന്നാളാണ്. അതെ, 20 വർഷങ്ങൾക്ക് ശേഷം. ഇനി എന്താണ് ഭാവി പരിപാടി? എല്ലാവരും ആലോചിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ അബ്ദുൽ റഹീമിന്റെ ബന്ധു നമ്മുടെ കൂടെ ഉണ്ട്. ഇപ്പം 20 വർഷത്തിന് ശേഷം അദ്ദേഹം തിരിച്ചു വരികയാണ്. എന്താണ് കുടുംബത്തിന്റെ മാനസികം? കുടുംബത്തിന്റെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ ആദ്യം ഇദ്ദേഹം ജയിലായതുകൊണ്ട് എല്ലാവർക്കും മനസ്സുകൊണ്ട് വലിയ പ്രയാസമായിരുന്നു, മാനസികമായിട്ടും എല്ലാം മുംബൈക്കാണെങ്കിൽ എപ്പോഴും പ്രശ്നമായിരുന്നു. കാരണം മോൻ ജയിലിലാണല്ലോ എന്നുള്ള അതൊരു പ്രശ്നമാണ്. പക്ഷേ തെറ്റുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല അതിനുള്ള ശിക്ഷ എല്ലാം കൊടുത്തവര് വലിയ ശിക്ഷയാണ് കൊടുത്തത്. അതായത് ദൈവത്തിന്റെ എല്ലാം ശരിയായി. ഏറെ കാലത്തിന് ശേഷം ഒരു പെരുന്നാൾ ഇങ്ങനെ സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ഇന്ന് എല്ലാവരും കൂടിയിട്ടുണ്ട്. എല്ലാവർക്കും അങ്ങനെ ആഘോഷിക്കാൻ കഴിഞ്ഞു. അതിനേക്കാൾ കൂടുതൽ ഉമ്മാരെ സങ്കടം മാറിയതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. പിന്നെ ബന്ധുക്കളെ പലരും അദ്ദേഹം ആദ്യമായിട്ടാണ് കാണുന്നത്. മക്കളൊക്കെ എന്താ, ചെറിയ മക്കളൊക്കെ ആദ്യമായിട്ടല്ല അദ്ദേഹത്തെ കാണുന്നത്. ചെറിയ മക്കളെ ചേട്ടൻ്റെ മക്കളും അങ്ങനെയുള്ളവരൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമാണ്. പിന്നെ വേറെ ഒന്നുമില്ല. ഇങ്ങനെ പോകുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എന്തൊക്കെയാലും ഈ ഭാവിയിൽ എന്തെങ്കിലും ഒരു പരിപാടി നോക്കണം. അങ്ങനെയാണ് അദ്ദേഹം അതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞത്? ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു പരിപാടി ഉണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇപ്പൊ മറ്റേ പൈസ ഒക്കെ ചെയ്യാം. എന്തൊക്കെയാലും ഇനിയിപ്പോ ഒരു സുരക്ഷിതമായ ഒരു ജോലി നാട്ടിൽ തന്നെ പുറത്തേക്ക് നോക്കുന്നില്ല. ഇനിയിപ്പോ സൗദിയിലോട്ടൊന്നും പോകാൻ പറ്റില്ല. വിസ വിലക്കായി. അതുകൊണ്ട് സൗദി പോകാൻ പറ്റില്ല. എങ്ങോട്ടെങ്കിലൊക്കെ പോകാൻ പറ്റുമായിരിക്കും. പക്ഷെ എന്നാലും പോകില്ല. ഇല്ല, നാട്ടിൽ തന്നെ നിൽക്കാനാണ്. 2006 ഒരു സൗദി ബാലന്റെ മരണത്തിന് കാരണക്കാരനായി എന്ന കുറ്റം ചുമത്തിക്കൊണ്ട് അബ്ദുൽ റഹീമിനെ സൗദിയിലെ ഭരണകൂടം വധശിക്ഷയ്ക്ക് വിധിക്കുന്നത്. പിന്നീട് ഏറെ നാൾ അദ്ദേഹം ജയിലിലായിരുന്നു. ഇതിനിടെയാണ് മലയാളികൾ ഇടപെടുകയും മലയാളികളുടെ ഒരു തീവ്രമായ പ്രയത്നത്തിന്റെ ഭാഗമായി, നമുക്ക് അങ്ങനെ തന്നെ പറയാം, എല്ലാ മലയാളികളുടെയും തീവ്രമായ പ്രയത്നത്തിന്റെ ഭാഗമായി ഏകദേശം 34 കോടി രൂപയോളം സ്വരൂപിച്ചുകൊണ്ട് ഈ മരണപ്പെട്ട സൗദി ബാലന്റെ കുടുംബത്തിന് നൽകുകയും അവർ ആ ദയാ പണം സ്വീകരിക്കുകയും തുടർന്ന് അദ്ദേഹത്തിന് മാപ്പ് നൽകുകയും ചെയ്തു. 2024 ഇത്തരത്തിൽ വധശിക്ഷ റദ്ദ് ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ 2 വർഷത്തിന് ശേഷം അബ്ദുൽ റഹീം നാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്ന ഒരു കുടുംബം മുഴുവനാണ്. കുടുംബം മാത്രമല്ല, നാടും നാട്ടുകാരും എല്ലാം അബ്ദുൽ റഹീമിന്റെ ഈ ശിക്ഷ ഇളവ് ചെയ്ത് അദ്ദേഹത്തിന്റെ മോചനത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. എന്ത് തന്നെയായാലും ഇപ്പോൾ തന്റെ ഭാവി പരിപാടി എന്താണെന്നതിനെ കുറിച്ച് അദ്ദേഹം ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. നിറ കണ്ണുകളോടെയാണ് അദ്ദേഹം എല്ലാവരോടും സംസാരിക്കുന്നത്. എല്ലാവർക്കും നന്ദി പറയുന്നുണ്ട്. എല്ലാ മലയാളികൾക്കും നന്ദി പറയുന്നുണ്ട്. എന്ത് തന്നെയായാലും
എന്തായാലും അബ്ദുൾ റഹീം ഇനി ഒരു പുതിയ ജീവിതത്തിലേക്ക് മടങ്ങുകയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരിക്കൽ കൂടി മുഴുവൻ പ്രേക്ഷകർക്കും സന്തോഷപൂർണ്ണമായ ഒരു ബലിപെരുന്നാൾ ദിനം കൂടി ആശംസിക്കുകയാണ്. കോഴിക്കോട് നിന്ന് നിഖിൽ കക്കാടത്ത്, മറുനാടൻ മലയാളി.